ഷഫീനെ നീ നിർത്തിയില്ലേ നാണം ഇല്ലാത്തവളെ. നീ ഓർക്കരുത്, നിന്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ട്. ഒരിക്കലും ഞാൻ കാണത്തില്ല. ഇന്ന് ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് ആദ്യമായിട്ട് ഞാൻ കുറെ നാൾ കഴിഞ്ഞ് ഞാനത് നോക്കിയത്. അപ്പോഴാണ് നിന്റെ വീഡിയോ കിടക്കുന്നത്. എടി നിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനാണ്, നീ ഇടണ്ട, ഞാൻ കാണത്തില്ല. ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും താരൂസ് വേഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ കണ്ടന്റ് രേണുസുതി തന്നെയാണ്. അപ്പൊ രേണുവിന്റെ വാദം എന്തെന്ന് വെച്ചാൽ പഴയതുപോലെ തന്നെ ആരുടെയും വീഡിയോസ് ഒന്നും രേണു കാണുന്നില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അപ്പം രേണുവിന് അത് എന്തോ വീഡിയോ കാണുന്നു എന്ന് പറയുന്നത് എന്തോ പുച്ഛം പോലെയാണ് കേട്ടോ. ഇപ്പം ഒരു പുള്ളിക്കാരിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, അവർ വന്നിട്ട് അവരെ കുറ്റം പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് മറുപടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ രേണു ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എടുക്കുന്ന വീഡിയോസ് ഒന്നും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഫോണിലിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രശ്നം തീർന്നല്ലോ. നിങ്ങൾ കൊണ്ടുവന്നുള്ള വീഡിയോസ് മൊത്തം സോഷ്യൽ മീഡിയയിൽ തള്ളി കഴിയുമ്പോൾ ഇത് കാണുന്നവർ കോടാനുകോടി ജനങ്ങളാണ് കാണുന്നത്. അവർ അവരുടെ അഭിപ്രായങ്ങൾ എഴുതിയിടും. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അത് റിയാക്ട് ചെയ്യും. അത് അവരുടെ സ്വാതന്ത്ര്യം. നിങ്ങളത് കണ്ടിട്ട് ഞാൻ കാണത്തില്ല, നിങ്ങൾ വീഡിയോ ചെയ്യേണ്ട എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്, അവരുടെ ഇഷ്ടമാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ കുറ്റം പറയുന്നത്, നിങ്ങൾ അമ്മാതിരി കോപ്രായം കാണിച്ചിട്ടായിരിക്കും അവർ കുറ്റം പറയുന്നത്. അതിനകത്തൊന്നും കാണത്തില്ല നല്ലതൊന്നും പറയാൻ. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എടി എന്ന് വിളിച്ചതിൽ തെറ്റൊന്നും തോന്നുന്നില്ല. കാരണം എന്തായാലും ആ പുള്ളിക്കാരി രേണുവിനേക്കാൾ ഒരു 10-15 വയസ്സെങ്കിലും മൂത്തതായിരിക്കാനാണ് ചാൻസ്. അപ്പം എന്തുകൊണ്ട് എടി എന്ന് വിളിച്ചോളൂ? എന്തുകൊണ്ട് എടി എന്ന് വിളിച്ചുകൂടാ? പക്ഷേ തിരിച്ച് രേണു എന്താണ് ചെയ്തത്? ഇത്രയും പ്രായത്തിന് മൂത്ത സ്ത്രീയെ തിരിച്ച് രേണു എടി എന്ന് വിളിച്ചു. അതൊരു കലാകാരിക്ക് ചേർന്നതാണോ? ഇത്രയും വയലന്റ് ആയിട്ട് സംസാരിക്കുന്നത് കുറച്ച് അല്പമൊക്കെ ബഹുമാനമാവും, കുറച്ച് താഴ്മയാവാം അല്ലേ? അപ്പോൾ ഒരു കലാകാരിക്ക് ചേർന്ന ഒരു പ്രവൃത്തിയാണോ രേണു കാണിക്കുന്നത്? അല്ല. രേണു ഇപ്പം തന്നെ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് പല്ല് നല്ല വേദനയുണ്ട്, സംസാരിക്കാൻ വയ്യ. അവർ എന്താ വാ തുറക്കാൻ പറ്റാത്ത രീതിയിലും അവരിരുന്ന് മറുപടി ഇടുക. അത്രയ്ക്ക് ഇവർക്ക് സഹിക്കാൻ വയ്യ വീഡിയോ കണ്ടിട്ട്. മനസ്സിലായില്ലേ? ഒട്ടും ക്ഷമിച്ചു കൊടുക്കാനുള്ളൊരു മൈൻഡ് രേണുവിനില്ല. നമ്മൾ ഓരോ ദിവസവും വീഡിയോ ചെയ്യുമ്പോൾ പരമാവധി വിചാരിക്കും രേണുവിൻ്റെ കാര്യം പറയരുത്. പക്ഷേ വീണ്ടും രേണു ഓരോ പ്രശ്നങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ പറയാതിരിക്കുന്ന എങ്ങനെയാണ്? നിങ്ങൾ തന്നെ പറ. ഇതോടെ നിർത്തും. എല്ലാ പ്രാവശ്യം വിചാരിക്കും ഇതോടെ നിർത്താം. പക്ഷേ എന്ത് ചെയ്യും? പിന്നെ രേണു മനസ്സിലാക്കേണ്ട ഒരു മെയിൻ പോയിന്റ്, രേണു ഇപ്പം നിൽക്കുന്ന ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടെത്തിച്ചത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ തന്നെയാണ്. ഈ മീഡിയക്കാർ തന്നെയാണ് രേണുവിനെ ഈ ഒരു സ്റ്റാൻഡിലേക്ക് കൊണ്ടെത്തിച്ചത്. ആദ്യ സമയത്തൊക്കെ രേണു പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, എനിക്ക് ആരോടെ ഒരു ദേഷ്യമില്ല, എനിക്കിതൊക്കെ ഒരു രസമാണ്, ഞാനിതൊരു സ്പിരിറ്റ് ആയിട്ട് എടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രേണു ഇപ്പോൾ പലതിനും എതിരെ റിയാക്ട് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ രേണുവിന് പലതും പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട്, മനഃപൂർവ്വം ഓരോ കണ്ടന്റായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് രേണു. ഇല്ലാത്തത് മാറ്റി പറഞ്ഞും അതന്നെ ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്ന ഈ ഒരു സ്വഭാവം തീർച്ചയായിട്ടും റിയാക്ഷൻ വീഡിയോക്കാരതെടുത്ത് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ബോധപൂർവ്വം രേണു ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, രേണുവിൻ്റെ ഒറ്റ ഒരു ലക്ഷ്യം നെഗറ്റിവിറ്റി തന്നെയാണ്, നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് രേണുവിന് ആവശ്യം. അതിനിങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുന്നു. ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും എടുത്ത് കമൻറ്റ് ഇടുന്നു. രേണുവിന് വ്യക്തമായിട്ട് ബോധമുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കും കിച്ചു ഇതൊന്നും കാണും. കിച്ചു ഇതെല്ലാം കാണുന്നുണ്ട്, പറഞ്ഞിട്ട് പ്രയോജനമില്ലല്ലോ. അത് ആ പറഞ്ഞത് ശരിയല്ല. ഒറ്റയ്ക്കല്ല. എൻ്റെ സുധിച്ചേട്ടാ എന്നും പറഞ്ഞ് വാലും പിടിച്ച് വന്നതല്ലേ? എങ്ങനെ ഒറ്റയ്ക്കാവുന്നത്? സുധിച്ചേട്ടൻ എന്നൊരു ലേബലിലാണ് രേണു സുധി വന്നത്. അല്ല, സുധിച്ചേട്ടൻ ഇല്ലാത്തൊരു രേണുവിനെ ആർക്കും വേണ്ട. പിന്നൊരു കാര്യമുണ്ട്, ഹിപ്പോപ്പൊട്ടാമസിന്റെ തൊലിക്കെട്ടിയായിട്ടിരിക്കുന്ന രേണുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നോ രക്ഷ.